നമ്മുടെ മഹേന്ദ്ര ഥാറിന്റെ ഏറ്റവും പുതിയ വേരിയന്റ് വന്നിട്ടുണ്ട്. ഫ്രണ്ട് ഡിസൈനിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രധാന മാറ്റം വന്നേക്കും നമുക്ക് ഈ ബമ്പറിൽ ഈ ഒരു ഗ്രേ ഫിനിഷ് വന്നു. ആദ്യ കാലങ്ങളിൽ നമുക്ക് ഥാറിൽ ഈ ഒരു ഫിനിഷ് വന്നിട്ടുണ്ടായിരുന്നു, പിന്നീട് അത് മാറി നോർമൽ ആയിട്ടുള്ള രീതിയിലായിരുന്നു. ഇപ്പോൾ വീണ്ടും അത് വന്നിട്ടുണ്ട്. പിന്നെ പ്രധാന മാറ്റം വന്നേക്കുന്നത് നമുക്ക് ഈ ഒരു ഗ്രില്ലിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് ബോഡി കളറിലേക്ക് വന്നിട്ടുണ്ട്. പക്ഷെ അകത്ത് നമുക്ക് ആ ഒരു ചെറിയ ലൈൻസ് ഒക്കെ വന്നേക്കുന്ന ഒരു ഗ്രേ ഫിനിഷിലായിട്ടുള്ള രീതിയിൽ തന്നെയാണ് കൊടുത്തേക്കുന്നത്. ഒക്കെ കൊള്ളാം. ഇനിയിപ്പോൾ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് സൈഡിലൊന്നും വലിയ മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. യെസ്, അപ്പോൾ നമുക്ക് റിയർ ഡിസൈനിൽ ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം വന്നേക്കെന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു ക്യാമറ വന്നിട്ടുണ്ട്. ഡെഡിക്കേറ്റഡ് ക്യാമറ വന്നേക്കുന്നതാണ്. പിന്നെ ഇവിടെ നമുക്ക് വൈപ്പറും വാഷറും നമുക്ക് വന്നിട്ടുണ്ട്. ഈ രണ്ട് ഫീച്ചേഴ്സും വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട മാറ്റം വന്നേക്കുന്നത് ഫ്യൂവൽ ലിഡ് നമുക്ക് ഇലക്ട്രിക്കലി ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കായിട്ടുണ്ട്. നേരത്തെ നമുക്ക് കീ ഇട്ട് വേണമായിരുന്നു ഓപ്പൺ ചെയ്യാനായിട്ട്. മഹേന്ദ്ര അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കസ്റ്റമറിന്റെ ഫീഡ്ബാക്ക് എടുത്ത് ചെയ്യുന്ന ഒരു കാര്യമെന്ന് ഇപ്പോൾ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. കാരണം എന്താ ചെയ്യാൻ നേരത്തെ നമുക്ക് കീ ഇട്ട് ഓപ്പൺ ചെയ്യാൻ പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. വണ്ടി ഓഫ് ചെയ്തിട്ട് കീ കൊടുക്കുകയൊക്കെ വേണം. ഇപ്പം അങ്ങനെയുള്ള ആ ഒരു ബുദ്ധിമുട്ട് മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ഇന്റീരിയറിലെ മാറ്റങ്ങൾ നമ്മുടെ കാറിന്റെ ഇന്റീരിയറിലേക്ക് വന്നു കഴിഞ്ഞാൽ അടിപൊളി ഒരു കാര്യം സംഭവിച്ചേക്കുന്നത് നമുക്ക് വേണ്ടി ഈ ഒരു 10.25 ഇഞ്ചിന്റെ ഒരു ഇൻഫോർടൈൻമെന്റ് വന്നുള്ളതാണ്. അതിൽ നമുക്ക് എല്ലാം അതിനകത്ത് അറിയാൻ പറ്റും. ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് ഓഫ് റോഡിങ്ങിന്റെ ആ ഒരു സ്റ്റാറ്റിക്സ് കാര്യങ്ങളൊക്കെ നേരത്തെ ഉണ്ടായിരുന്ന അതേ ഫീച്ചേഴ്സ് എല്ലാം അതിൽ ആഡ് ഓൺ ആയിട്ടുണ്ട്. ഇപ്പം നല്ലൊരു ഭംഗിയിൽ ആ ഒരു 10.25 ഇഞ്ചാണ് കൊടുത്തേക്കുന്നത്. പിന്നെ താഴേക്ക് വന്ന് നമുക്കിവിടെ വയർലെസ് ചാർജിങ് വന്നിട്ടുണ്ട്. പിന്നെ വേണ്ടേ അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഒരു രീതിയിലുള്ള ഒരു ആംറസ്റ്റ് കൊടുത്തേക്കുന്നത് കാണാം. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം അതിനകത്ത് സ്റ്റോറേജ് ഏരിയ ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ പ്രധാനമായിട്ട് സംഭവിച്ചിരിക്കുന്നത് നമുക്ക് സ്റ്റിയറിംഗ് മാറിയിട്ടുണ്ട്. സ്റ്റിയറിംഗ് നമുക്ക് ഓഡിയോ കൺട്രോൾസ് വരുന്നുണ്ട്, ക്രൂസ് കൺട്രോൾ അങ്ങനെയുള്ള എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് നോർമലി ഉള്ള രീതി തന്നെയാണ്. അതിനകത്തൊരു വലിയ മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. TFT സ്ക്രീനും അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ നേരത്തെ ഉള്ള പോലെ ഉണ്ട്. പിന്നെ പുതിയതായിട്ട് വന്നേക്കുന്ന ഈ ഒരു ഗ്രാബ് ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. രണ്ട് സൈഡിലും ഗ്രാബ് ഹാൻഡിൽ വന്നിട്ടുണ്ട്. വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു. നേരത്തെ നമുക്ക് ഇവിടെ ആയിരുന്നു പവർ വിൻഡോസ് വന്നിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഡോറിലേക്ക് വന്നിട്ടുണ്ട് പവർ വിൻഡോ സ്വിച്ചസ് ഒക്കെ. ഇപ്പം അവിടോട്ട് ക്യാമറ കാണിച്ച് കഴിഞ്ഞാൽ കാണാൻ പറ്റും. അവിടെ പവർ വിൻഡോ സ്വിച്ച് വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ട ഡെഡിക്കേറ്റഡ് ആയിട്ട് ബാക്കിൽ റിയർ AC വെന്റ്സും കൊടുത്തിട്ടുണ്ട്. 2 AC വെന്റ് ഉണ്ട്. അത്യാവശ്യം നല്ല രീതിയിലുള്ള എയർ ഫ്ലോയും നമുക്ക് അതിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഇത്രയാണ് നമ്മുടെ പുതിയ ഥാറിനകത്തെ ഡിഫറൻസ് നമുക്ക് വന്നേക്കുന്നത്. ഇപ്പോൾ ഈ ഒരു പുതിയ ഥാർ നമുക്ക് 9.99 lakhs മുതലാണ് എക്സ്ഷോറൂം സ്റ്റാർട്ട് ആകുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു വെഹിക്കിൾ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം, അല്ലെങ്കിൽ ടെസ്റ്റ് ഡ്രൈവ് ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വയലാറ്റ് മഹേന്ദ്രയുടെ കോൺടാക്ട് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഓക്കെ, താങ്ക് യു സോ മച്ച്.